പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണ്ട. മുറവിളി കൂട്ടുന്നത് കേരളത്തിലെ ജനങ്ങളല്ല, CPM-കാരാണ്. പല CPM-ലെ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും അടക്കം സഹാക്കൾ വലിയ പ്രതിഷേധമുയർത്തുന്നു. പിണറായി ഒറ്റ ഒരുത്തനാണ് പാർട്ടിയെ വലിയ ദയനീയമായ തോൽവിയിലേക്ക് നയിച്ചത്. ആ പിണറായി ഇനി പ്രതിപക്ഷ സ്ഥാനത്ത് കൂടി ഇരുന്ന് ജനങ്ങളെ വെറുപ്പിക്കരുത്. അങ്ങനെയാണ് എങ്കിൽ ഒന്നുകിൽ പ്രായാധിക്യം ഉണ്ട്, പിണറായിക്ക് അസുഖങ്ങളുണ്ട്, വഴി മാറിക്കൊടുക്കേണ്ട സമയമായി, ഇനിയും അധികാരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് സഹാക്കൾ പറയുന്നു. ഒപ്പം അങ്ങനെയാണ് എങ്കിൽ വി മുരളീധരൻ, അതായത് BJP-യുടെ കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ച വി മുരളീധരൻ പ്രതിപക്ഷ നേതാവാകട്ടെ. ഇതാണ് സഹാക്കൾ ഒന്നടങ്കം പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്ന ആളുകൾ ഒന്നടങ്കം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വെറുപ്പിക്കൽ, ഇത്ര വലിയ വെറുപ്പിക്കൽ പിണറായി വിജയനെതിരെ ഉണ്ടായത് സ്വയം വരുത്തി വച്ച വിനയല്ലേ പിണറായി? അല്ല, അതിക്ക് മുന്നേ സഹാക്കൾ എടുത്ത നിലപാടോ അല്ലെ പറഞ്ഞ അഭിപ്രായ പ്രകടനോ എന്ന് പറയുന്നത് വെറും വൈകാരികമായിട്ടുള്ള പൊട്ടിത്തെറി മാത്രമാണ്. അതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായ പ്രകടനമായിട്ട് ഞാൻ അതിനെ വിലയിരുത്തുന്നില്ല. അവർക്ക് വൈകാരികമായി പൊട്ടിത്തെറിക്കാം. കാരണം എന്താണ്, അവർ കുറേ കാലമായിട്ട് രാഷ്ട്രീയമില്ലാത്ത നേതാക്കന്മാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വികാരജീവികൾ മാത്രമാണ്. പിണറായി സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഇവന്മാരൊക്കെ. അതിന് പിണറായിക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് അദ്ദേഹത്തെ സ്തുതിപാഠക സ്വഭാവത്തിൽ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്ന ഈ ആളുകളാണ് ഇപ്പോൾ തോറ്റു കഴിഞ്ഞ സമയത്ത് വന്നിരുന്ന് നിരങ്ങി ഇത്തരം വർത്തമാനങ്ങൾ പറയും. ഇവനൊക്കെ ഇതിക്കുമ്പ് വർത്തമാനം പറയാൻ അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഒരു സമയമല്ല, പല സമയം. ഒരു മന്ത്രിയുടെ ഒരു ആളുടെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിൽ. ആ സമയത്തൊന്നും അവരുടെ കമ്മിറ്റികളിൽ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ അനാലിസിസ് നടത്താൻ അഭിപ്രായ പ്രകടനം നടത്തിയവനല്ല ഇവൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഒരാളല്ല, ഒരുപാട് പേര്. തോറ്റു കഴിയുമ്പോൾ ആളുകൾ അങ്ങനെയാണ്. തോൽക്കുന്നവരുടെ കൂടെ ആരും ഉണ്ടാവില്ല. അതൊരു ലോക സിദ്ധാന്തമാണ്. ജയിക്കുന്നവരുടെ കൂടെയാണ് എല്ലാവരും. മിന്നൽ പിണറായി എന്ന് മലയാള മനോരമ എഴുതിയപ്പോൾ ഇവരെല്ലാവരും പിണറായി മിന്നലാണെന്ന് പറഞ്ഞ് നടന്ന ആളുകൾ. ഇപ്പോൾ VD മിന്നൽ എന്നാണ് മലയാള മനോരമ എഴുതിയത്. മിന്നൽ VD എന്ന് എഴുതിയില്ല. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും മലയാള മനോരമയുടെ വിശേഷണങ്ങൾക്കും അവരുടെ അഭിപ്രായ രൂപീകരണങ്ങൾക്കും അനുസരിച്ച് സഹാക്കൾ മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മലയാള മനോരമ ഏറ്റവും കൂടുതൽ വായിക്കുന്ന സഹാക്കളാണ്. അപ്പോൾ മലയാള മനോരമയിൽ വരുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഇവരുടെ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുൻപ് അങ്ങനെയല്ല. സഹാക്കൾക്ക് അഭിപ്രായ രൂപീകരണത്തിന് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, പാർട്ടിയുടെ സംവിധാനങ്ങളുണ്ടായിരുന്നു, പാർട്ടി ക്ലാസ്സുകളുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് പാർട്ടി ബോധമുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചിരുന്നത്, സംസാരിച്ചിരുന്നത്. അങ്ങനെ സംസാരിച്ചിരുന്ന സഹാക്കൾക്ക് ആ ബോധം നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ സർക്കാർ ഓരോ ഘട്ടത്തിലും വരുത്തിയ തെറ്റുകൾക്കെതിരെ അതാത് കാലത്തെ കമ്മിറ്റികളിൽ ഇവർക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നു. പിണറായി വിജയന് പെട്ടെന്നല്ല 80 വയസ്സായത്. ഇന്നലെ അല്ല 80 വയസ്സായത്. കുറേ കാലം അയാൾക്ക് ഇങ്ങനെ പ്രായമായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്തൊക്കെ ഇവന്മാർ എവിടെയായിരുന്നു? 80 വയസ്സെന്ന് പറഞ്ഞ ഒരു ദിവസം പെട്ടെന്ന് പൊട്ടി വീണതല്ല. ഇയാൾ വയസ്സനാണ് കുറേ കാലമായിട്ട്. ഇയാൾക്ക് രോഗമുണ്ട് കുറേ കാലമായിട്ട്. ആ സമയത്തൊന്നും പറയാത്തത് അഭിപ്രായം തോറ്റപ്പോൾ പറയുന്നത് ഇവർക്ക് പൊളിറ്റിക്സില്ലാണ്ടാണ്, രാഷ്ട്രീയമില്ലാത്തതിൻ്റെ പേരിൽ. രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെങ്ങനെ പറയുമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വി മുരളീധരൻ പ്രായം കുറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല എന്താണ്? പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല എന്ന് പറയുന്നത് ഭരണകൂടം, ഭരണകക്ഷി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തെറ്റെന്താണെന്ന് കണ്ടെത്തി അത് തിരുത്തിക്കാൻ ശ്രമിക്കുക, ജനങ്ങളുടെ പിന്നിലെ വിഷയങ്ങൾ കൊണ്ടുവരിക, ഗവൺമെൻറ്റിനെ നഗ്നനാക്കി നിർത്തുക എന്നുള്ളതാണ്. അതിന് നല്ല കഴിവ് പിണറായി വിജയൻ ഇപ്പോഴും ഉണ്ട്. അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പിണറായിയേക്കാൾ പ്രഗത്ഭനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി മുരളീധരനാകും എന്ന് പറയുന്ന ഈ സഹാക്കൾ ഒരു കാര്യം മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത്, പ്രായം മാത്രം. പ്രായം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് കഴിയില്ല. പ്രായമായതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളത് നമ്മളൊക്കെ പുറത്തിരുന്ന് പറയാറുള്ളതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രായപരിധി നിശ്ചയിച്ചു. പാർലമെൻ്ററി രംഗത്തുള്ള ഇടപെടലിന് ഈ പ്രായം പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിണറായി വിജയന് പാർട്ടി എന്ത് ചെയ്തു?
ഓരോ സമയം ഇളവ് അനുവദിച്ചു. ആ സമയത്തൊക്കെ അല്ലേ അവർ പ്രതിഷേധിക്കേണ്ടിയിരുന്നു? ആ സമയത്തൊന്നും ഒരു പ്രതിഷേധിക്കാൻ തയ്യാറായിരുന്നില്ല. പകരം അവർ അവരുടെ ക്യാപ്റ്റനിൽ ഇങ്ങനെ വലിയ വിശ്വാസം കൊണ്ടു നടന്നിരുന്നു. ഒരു സ്ത്രീ മന്ത്രി വീണ ജോർജ് പറഞ്ഞു, ഈ കപ്പൽ മുങ്ങില്ല, ഇതിന് ഒരു കപ്പിത്താനുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാണ്. ഇപ്പോൾ കപ്പൽ മുങ്ങിയിട്ട് അതിൻ്റെ കഷ്ണം പോലും കാണാൻ പറ്റില്ല. ആ മന്ത്രിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വിമർശനങ്ങൾ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ വിമർശനങ്ങൾ രാഷ്ട്രീയമാകണം, രാഷ്ട്രീയ വിമർശനങ്ങളാവണം. അല്ല പക്ഷേ ഈ വിമർശനങ്ങൾ എപ്പോഴും പാർട്ടി അതിൻ്റെതായ രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടോ, സ്വീകരിച്ചിട്ടുണ്ടോ? അതില്ലാത്തത് കൊണ്ടല്ലേ ഇവരാരും അഭിപ്രായങ്ങൾ തുറന്നു പറയാത്തത്? അല്ല, വിമർശനങ്ങൾ ശരിയായ രീതിയിൽ ഒരു ഘട്ടത്തിലും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, വിമർശനങ്ങളെ പരിഗണിക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കില്ല എന്നുള്ളതാണ്. കാരണം തെറ്റുതിരുത്തൽ രേഖ എന്ന് പറഞ്ഞാൽ എത്ര രേഖ ഇറങ്ങി, ആ രേഖകളൊക്കെ ജലരേഖകളായി മാറി എന്നതല്ലാതെ ഒരു തിരുത്തും ഒരു സ്ഥലത്തും ഉണ്ടായില്ല. തിരുത്തണം, തിരുത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ തിരുത്താൻ വേണ്ടിയുള്ളതായിരിക്കും. അത് ചെയ്യാത്തിടത്തോളം കാലം ഇവർക്ക് ഇതിനകത്തേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റില്ല. ഇവർ തിരുത്തും എന്ന് പ്രതീക്ഷിക്കുന്ന കുറേ ആളുകളുണ്ട് നാട്ടിൽ. അവരെയൊക്കെ മനസ്സിലാവേണ്ടത് ഇവർ തിരുത്തില്ല എന്നുള്ളതാണ്. ഇവരെങ്കിലും തിരുത്താൻ പോകുന്നില്ല. എന്താണ് എം വി ഗോവിന്ദൻ്റെ പ്രശ്നം? എം വി ഗോവിന്ദൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് CPM പോലെയുള്ള ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവശേഷി ഇല്ലാത്ത മനുഷ്യനാണെന്നുള്ളത്. അതെന്താ തിരിച്ചറിയാത്ത പാർട്ടി? അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ വേറെ പണിക്ക് വിടണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരുത്തിന് കുഴി കുത്താൻ നല്ല കഴിവേണ്ടിയെ അവനെ കുഴി കുത്താൻ വിടണം. ആ ഒരുത്തിന് നന്നായിട്ട് സൈക്കിൾ ഓടിക്കാൻ കഴിയുമെങ്കിൽ അവനെ സൈക്കിൾ ഓടിക്കാനായിട്ട് വിടുക. ഗോവിന്ദ മാഷിനെ കുഴി കുത്താൻ വിടണമെന്നാണോ മാഷ് ഉദ്ദേശിച്ചത്? അല്ല, ഗോവിന്ദ മാഷിന് ഉള്ള കഴിവുകൾ എന്താണ്? അദ്ദേഹം ഒരു കായിക അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് ഭൗതികമായ കാര്യങ്ങളൊന്നും ഏൽപ്പിച്ചു കൊടുക്കരുത്, ഭൗതികമായി സംസാരിക്കരുതെന്ന് പറയണം അദ്ദേഹത്തോട്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. കാരണം അതൊക്കെ സംസാരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പം വലിയ വിമർശനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് വിമർശനം കൊണ്ടുവന്നിരിക്കുന്നത്? പാർട്ടി സെക്രട്ടറി പത്രപ്രവർത്തകരോടും പൊതുസമൂഹത്തോടും സംസാരിക്കുന്ന സമയത്ത് പത്രപ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഒന്നും മനസ്സിലാക്കാത്ത തരത്തിൽ സംസാരിക്കാനുള്ള ചുമതലയാണോ പാർട്ടി സെക്രട്ടറി ഏൽപ്പിക്കുന്നത്? അല്ല, പാർട്ടി സെക്രട്ടറി വളരെ ഷൂഡായിട്ട് സംസാരിക്കേണ്ട ഒരാളാണ്. ഷൂഡായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കൂർമ്മ ബുദ്ധിയോടുകൂടിയും കൗശലത്തോടും കൂടി അതേപോലെ സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയ ശേഷി കാണിച്ച് പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ആ പ്രവർത്തനശേഷി ഇല്ലെങ്കിൽ പിന്നെ പാർട്ടി സെക്രട്ടറിക്ക് സെക്രട്ടറിയായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. ഇതൊക്കെ മനസ്സിലാക്കിയതൊക്കെ വേഗം അവർ തിരുത്തിയാൽ വളരെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്.